നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോകാം. ബൽറാം നെടുങ്ങാടി തയ്യാറായിട്ടുണ്ട്. AAP-യുടെ നിലവിലെ സാഹചര്യം എന്താണെന്ന് ബൽറാം തന്നെ പറഞ്ഞു തരും. അപ്പം വാർത്ത പെട്ടെന്ന് മനസ്സിലാകാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണെങ്കിൽ AAP-യിലെ കൂടുതൽ MLA-മാർ കോൺഗ്രസുമായി ബന്ധം പുലർത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. പഞ്ചാബിലാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ വെല്ലുവിളി ഉണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള തിടുക്കപ്പെട്ട മാർഗങ്ങളാണ് തേടുന്നത്. അപ്പൊ ഇന്ന് നിർണായകമാണ് ഈ യോഗം. ഇതാ മറ്റൊരു ഫ്ലൈറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തൊട്ടടുത്താണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവിടെയുള്ളവർക്ക് സുപരിചിതമാണ്. ഈ വാർത്തയിലേക്ക് വരാം. ബൽറാം, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് AAP-യുടെ നിലവിലെ സാഹചര്യം, അവസ്ഥ എങ്ങനെയാണ്? കെജ്രിവാളിനോടൊപ്പം മറ്റാരൊക്കെ ഇനി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് AAP-ക്ക്? പ്രവിത, സ്മിത, ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. ഡൽഹിയിലെ കനത്ത പരാജയം അത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് പഞ്ചാബിലാണ് പാർട്ടി വളരെ ശക്തമായ സംഘടനാ സംവിധാനവും നിലവിൽ വലിയ അംഗബലമുള്ള സർക്കാരും ഉള്ള പഞ്ചാബിൽ MLA-മാരിലെ വലിയൊരു വിഭാഗം, ഏതാണ്ട് 30ഓളം പേർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നു. മറ്റ് പാർട്ടികളുമായി ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 30 പേർ കോൺഗ്രസുമായി സമ്പർക്കത്തിലുണ്ട് എന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇവർ സർക്കാരിൽ അതൃപ്തരാണ്, പാർട്ടി ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു എന്ന ആക്ഷേപം അവർക്കുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ ശൈലിയിലും ഇവർക്ക് അതൃപ്തിയുണ്ട്. കൂടാതെ ചില MLA-മാരെ BJP-യും ബന്ധപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയുടെ ദേശീയ കൺവീനർ കൂടി വലിയ പരാജയപ്പെട്ടതാണ് ഇത്തരത്തിൽ ഈ നേതാക്കളുടെ ആത്മവിശ്വാസം തകർത്തു കളഞ്ഞത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കെജ്രിവാൾ ഇന്ന് ഡൽഹിയിൽ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ MLA-മാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയുക, അതിന് പരിഹാരം കാണുക എന്നത് തന്നെയാണ്. കൂടാതെ ഈ നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരുക എന്ന ലക്ഷ്യവും ഈ യോഗത്തിനുണ്ട്. അതേസമയം ഇത്തരത്തിൽ മറ്റ് പാർട്ടികളുമായി തങ്ങളുടെ MLA-മാർ ബന്ധപ്പെട്ടു, അവർ പാർട്ടി മാറാൻ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ആം ആദ്മി പാർട്ടി നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യാതൊരു സാഹചര്യവും ഇല്ല എന്നും ഡൽഹി തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചരണം നടത്തിയ MLA-മാരെ കെജ്രിവാൾ കാണുക എന്നത് മാത്രമാണ് ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ വിശദീകരണം. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ഭാവി അത് എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ശരി, അതെ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. AAP-യുടെ പരാജയത്തിന് പിന്നാലെ തന്നെ സമാനമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അത് സത്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. ആം ആദ്മിയുടെയും കേജ്രിവാളിന്റെയും ഭാവി എന്നുള്ളതാണ് പാർട്ടി തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു ഭയമാണുള്ളത്.